ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നത് ഒരു ന്യൂസ് കണ്ടതിൻ്റെ ബേസിസിലാണ്. വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി ആ ന്യൂസ് കണ്ടപ്പോൾ. അത് മറ്റൊന്നും തന്നെയല്ല, നമുക്ക് മലയാളികൾക്ക് സുപരിചിതനായ പ്രമുഖ വ്യവസായി ശ്രീ ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ED അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനിന്ന് ഇപ്പോൾ കണ്ടത്. അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലാണ്. ഞാൻ റിപ്പോർട്ടർ ചാനലിലെ വാർത്തയാണത് കണ്ടത്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാർത്ത. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ശ്രീ ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്തിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ഫെമ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 ഫോം ചെയ്ത ആക്റ്റാണ്. ആ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ട്രേഡ്, വിദേശ ട്രേഡ് നടത്തുന്നതിന് വേണ്ടിയും അപ്പോൾ അതിൻ്റെ സുതാര്യതയ്ക്ക് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുള്ള ഒരു ആക്റ്റാണ്. അതിനോടൊപ്പം തന്നെ ആ സുതാര്യത പറയുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഗൈഡ് ലൈൻസ്, ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് ഫോറക്സ് മാർക്കറ്റും കൂടെ അതിൻ്റെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഗൈഡൻസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ട്രേഡ് നടത്തുക എന്നുള്ളതാണ് ഈ ഫെമ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫെമ ആക്ട് 1999 അതിനു മുമ്പ് ഇതിനെ അറിയപ്പെട്ടിരുന്നത് ഫെറ ആക്ട് എന്നായിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ് ആക്ട് എന്നായിരുന്നു. അപ്പോൾ അതാണിപ്പോൾ റേസ് ചെയ്തിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻസും അതുപോലെ ഈ ഫെമ ആക്ട് 1999 വിപരീതമായിട്ട് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ശ്രീ ബോബി ചെമ്മണ്ണൂർ എന്ന നാമം കേൾക്കുമ്പോൾ നമുക്ക് ചാരിറ്റിയിലും അതുപോലെ പല സോഷ്യൽ കോസിലും മുൻപിൽ ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ പല വാർത്തകളും നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ മാസങ്ങളിലെല്ലാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ പുള്ളിയുടെ ഉടമസ്ഥയിലുള്ള ഫിജി കാർട്ട് എന്ന കമ്പനി നാം ഏവർക്കും സുപരിചിതമാണ്. അദ്ദേഹം ഫിജി കാർട്ട് കമ്പനി അവരുടെ ഉൽപ്പന്നമായ ടീ പൗഡർ, തേയിലപ്പൊടി വിൽപ്പനയോടൊപ്പം തന്നെ അതിന് ഒരു ഗെയിമും കൂടെ, ഒരു പ്രൈസ് വിന്നിങ്സും കൂടെ കൊടുത്തുകൊണ്ട്, ലോട്ടറി പോലെ തന്നെ ഒരു പ്രൈസ് വിന്നിങ്സും കൂടെ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊമോഷനുമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കാരണം ലോട്ടറി റെഗുലേഷൻസ് ആക്ടിലെ പല പ്രൊവിഷൻസും ഫോളോ ചെയ്യാതെയാണ് ആ ലോട്ടറി വിന്നിങ്സ് കൊടുക്കുന്നതും അതിൻ്റെ നടത്തിപ്പെല്ലാം കൊണ്ടുപോകുന്നത്. ഈ ടീ പൗഡർ, തേയിലപ്പൊടി വിൽക്കുന്നത് ഫിജി കാർട്ടാണെങ്കിലും ഈ പ്രൈസ് വിന്നിങ്സ് കൊടുക്കുന്നത് ബോച്ചെ ഭൂമിപത്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് റൺ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് അതിനെതിരെ ഈ ലോട്ടറി വിന്നിങ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിന് 2 FIRs ആണ് ലഭിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടി പോലീസാണ്. അതിൽ റേസ് ചെയ്തിരിക്കുന്ന അലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ, കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് വഞ്ചന കുറ്റവും, പിന്നെ രണ്ടാമത് റേസ് ചെയ്തിരിക്കുന്നത് ലോട്ടറി റെഗുലേഷൻസ് ആക്ടിലെ പല പ്രൊവിഷൻസും ഫോളോ ചെയ്യാതെയാണ് ഈ ലോട്ടറി വിന്നിങ്സ് അല്ലെങ്കിൽ പ്രൈസ് വിന്നിങ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കംപ്ലയിൻ്റാണ് അവിടെ റേസ് ചെയ്തിരിക്കുന്നത് FIRൽ. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്. കാരണം പുള്ളി പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന തന്നെ ഒരു 2-3 മാസം മുമ്പ് റഹീമിൻ്റെ, സൗദി അറേബ്യയിൽ ശ്രീ റഹീമിൻ്റെ വധശിക്ഷ നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് പുള്ളി മുന്നോട്ട് വന്ന് പല കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ഫ്രണ്ടിലേക്ക് വന്ന് ചെയ്ത ഒരു വ്യക്തിയാണ്. എസ്പെഷ്യലി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആ തുക കളക്ട് ചെയ്യുകയും, അപ്പോൾ അതിൻ്റെ മോചനമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ്, അപ്പം പുള്ളി നാമം മലയാളികൾക്ക് ഭയങ്കര വിശ്വാസത്തോടുകൂടിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഒരു അലിഗേഷൻ അല്ല, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി വിദേശ നിക്ഷേപമായിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻസും അവിടെ റേസ് ചെയ്യുന്നുണ്ട്. വിദേശ നിക്ഷേപം അതിൻ്റെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെമ ആക്ടിലാണ്. അപ്പോൾ ലെറ്റ്സ് സി ഫെമ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് ആണോ ഇത് ഫോളോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ന്യൂസ് അറിയാൻ വേണ്ടി പറ്റും, ഇൻഫർമേഷൻസ് കിട്ടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു റിപ്പോർട്ട് വന്നതെന്ന് പറഞ്ഞാൽ, ഈ ശ്രീ ബോബി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഫിജി കാർട്ട്, അപ്പോൾ അവരുടെ ഈ ലോട്ടറി, തേയിലപ്പൊടിയോടൊപ്പം തന്നെ ലോട്ടറി കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ, സ്റ്റേറ്റ് ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ
ലോട്ടറി സെയിൽസും വളരെയധികം കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാലോ, ഇപ്പോൾ ലോട്ടറി സെയിൽസിലൂടെ ജീവിക്കുന്ന ഇഷ്ടംപോലെ ധാരാളം ഫാമിലീസ് കേരളത്തിലുണ്ട്. അപ്പം ആ ലോട്ടറി ഏജൻസിൻ്റെയൊക്കെ ഫാമിലീസ് എല്ലാം പലരും ഇപ്പോൾ പട്ടിണിയിലാണ്. കാരണം ഇപ്പോൾ അവരുടെ ഇപ്പം സംസ്ഥാന ഭാഗ്യക്കുറി ലോട്ടറീസ് ഒന്നും അങ്ങനെ അധികം വിറ്റ് പോകുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനായിട്ട് മുൻപോട്ട് പോകട്ടെ. അപ്പോൾ അവർ ബാക്കി എന്തെങ്കിലും കണ്ടെത്തലുകളുണ്ടെങ്കിൽ അത് കണ്ടെത്തട്ടെ. ഇപ്പോൾ അതുപോലെ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രീ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നിരപരാധിയാണെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളി അത് പ്രൂവ് ചെയ്ത് വന്നാൽ ഡെഫിനറ്റ്ലി അദ്ദേഹം ഇപ്പോൾ മലയാളക്കരയെ, ഇപ്പോൾ കേരളക്കരയെ സംബന്ധിച്ച് പുള്ളി പല കാര്യങ്ങളും ചാരിറ്റി, സോഷ്യൽ കോസിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയും മലയാളക്കരയ്ക്ക് അല്ലെങ്കിൽ കേരളക്കരയ്ക്ക് ആവശ്യമാണ്. അതല്ല ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻസ് എല്ലാം ശരിയാണെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള ഫർദർ സ്റ്റെപ്സിലോട്ട് പോകട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ വരുന്ന അനുസരിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് അറിയിക്കാനാണ് ഈ സെഷനിൽ വന്നത്. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്.